ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടാ. അപ്പം നമ്മൾക്ക് ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? അപ്പം നമ്മൾക്ക് ഈ അടുക്കളയിലത്തെ ഈ കുഞ്ഞടുക്കളയിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ളൂ കേട്ടാ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ. അപ്പോൾ ഒന്ന് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അത് വരത്തണമെന്നൊന്നും ഞാൻ കാണിച്ചില്ല. പിന്നെ ചെറുപയർ കറിയാണ് കേട്ടാ. അപ്പോൾ അതൊക്കെ റെഡി ആയിരിക്കണം. അതൊക്കെ ഇനി ചൂടാനേ ഉള്ളൂ കേട്ടാ. അപ്പോൾ പിന്നെ ഞാനിങ്ങോട്ട് മുറ്റടിക്കട്ടെ വെച്ചിട്ടുണ്ട് വന്നതാട്ടാ. പിന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് ഒരു മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ രാത്രി ഒന്നിങ്ങനെ ചാറി മണ്ണൊക്കെ നനഞ്ഞിന്ന് മാത്രം. പക്ഷേ ഒന്നിറങ്ങിയപ്പോൾ നല്ല തണവായിട്ടാ. ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പം രാത്രിയൊക്കെ മഴ ഉണ്ടാവും, പക്ഷേ പകലിങ്ങനെ വടി വെട്ടി അടിക്കുന്ന ജാതി ചൂടാണ് കേട്ടാ. ചൂട് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ചൂട്. പിന്നെ ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ടല്ലേ കൂട്ടുകാരെ. അപ്പം ആ വിഷയങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകണില്ല. അപ്പം നമ്മളെ കുഞ്ഞടുക്കളയിലത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഒന്ന് പറയുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ കറിക്കുള്ള അപ്പം നമ്മളെ ചേച്ചി ഉണ്ട് കേട്ടോ കൂടെ. അപ്പം ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നതിനും അറിയുന്നതിനും അപ്പം ചിലപ്പോൾ ഞാൻ ഇവിടെ ഫോൺ ഓണാക്കി വെച്ചൊന്നും ഓള് അറിയില്ല കേട്ടാ. അപ്പം ഞാൻ പറയൂല ചിലപ്പോൾ. ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ ഇങ്ങോട്ട് നീന്ന ഞാൻ പോട്ടെ എന്നൊക്കെ പറയട്ടാ. അപ്പം നാളികേരം ചിരകിയരിയും കഷ്ണം മുറിക്കാനുള്ളതൊക്കെ മുറിച്ചേരിയും ഒക്കെ ചെയ്ത് തരും കേട്ടാ. അപ്പം നമുക്ക് അടുക്കളയിലത്തെ പണികളൊക്കെ വേഗം കണ്ട് കഴിയും കേട്ടാ. അപ്പം എന്തെങ്കിലും അടിക്കാനൊക്കെ ഉണ്ടെച്ചെങ്കിൽ അപ്പം ഞാൻ ആക്കി കഴിഞ്ഞാൽ വേഗം അടിക്കാനൊക്കെ ഇരിക്കും. അപ്പോൾ ഓള് അപ്പം നമ്മളെ ദേവി ചേച്ചി വന്നിട്ടുണ്ട് കേട്ടാ. അത് ഓള് വന്നത് ഡോക്ടറെ കാണിക്കാണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് വരുമ്പോൾ 8 മണിയൊക്കെ ആയി. അപ്പോൾ കൂടെ പോയത് എൻ്റെ ചേച്ചി കേട്ടാ. അപ്പോൾ രണ്ട് കുട്ടരും കൂടിയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ രേഖ ചേച്ചി അറിഞ്ഞില്ല കേട്ടോ, ഞാൻ ഫോൺ ഓണാക്കി വെച്ച്. അപ്പോൾ ഞാൻ അങ്ങനെ വന്ന് എൻ്റെ വർത്തമാനം പറയാട്ടാ രാവിലെ. ഞാൻ പറഞ്ഞു ഞാൻ ഫോൺ അവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട് ഇട്ടാന്ന് പറഞ്ഞു. അപ്പോൾ വേഗം പോയിട്ട് എന്താ വെച്ചാൽ കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആള്. അല്ലെങ്കിൽ ഫോണിലൊക്കെ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്. കുളിക്കൊന്നും ചെയ്യാത്ത കാരണം തന്നെ മൂപ്പര് വേഗം പോയിട്ടാ. അപ്പോൾ ചേച്ചി മാങ്ങ മുറിച്ച് കുറച്ചധികം തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തോലൊക്കെ ചെത്തിയിട്ട്. അപ്പോൾ ഇന്ന് കറി അയിലക്കറിയാണ് കേട്ടോ. വലിയ അയില കേട്ടോ. അപ്പോൾ ഒന്ന് പച്ച നാളികേരം അരച്ചിട്ട് തന്നെ കുറേ അയില പച്ച നാളികേരമൊക്കെ അരച്ച് വെച്ചിട്ട്. അപ്പോൾ ചെറിയ ഉള്ളിയും പെരിഞ്ചീരകവും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി നാളികേരത്തിൽ കൂടെ കണ്ടിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കലക്കി വയ്ക്കുകയാണ്. അപ്പോൾ ചോറ് വെന്ത് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പ് കത്തി കഴിഞ്ഞാൽ പിന്നെ അത് കത്തിച്ചെടുക്കാൻ വലിയൊരു മെനക്കെടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും തീ ഇടുമ്പത്തിന് പിന്നെ പറഞ്ഞപ്പോൾ കൊള്ളിവിറകൊക്കെ ഉള്ള കാരണം സുഖമാണ് കേട്ടോ. അപ്പോൾ വിറകിൻ്റെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഇനി ചുടാണ്ട്. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം. സപ്പോർട്ട് വ്യൂ ഒക്കെ വളരെ കുറവാണ് കേട്ടോ. നമ്മളെ വീഡിയോ ഒന്നും ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അതുകൊണ്ടാവും. അപ്പോൾ എന്നാലും 10 ആളായാലും കണ്ട് നമ്മളെ സപ്പോർട്ടും ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഏതെങ്കിലും കാലത്തൊക്കെ നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തുന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ വലിയ അയില. അപ്പം മീനൊക്കെ നമ്മളെ ചേച്ചി നന്നാക്കി തന്നിട്ടാ. അപ്പം ഞാൻ എന്നോട് പറഞ്ഞ് എനിക്ക് മുറിച്ചോ എങ്ങനെയാ വെച്ചാൽ മുറിച്ചോ പറഞ്ഞ്. അപ്പോൾ ഒക്കെ നന്നാക്കിയിട്ടൊക്കെ ക്ലീൻ ചെയ്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനുള്ള ചോറ് ഞാൻ കുറച്ചാണ്ട് ചൂടാറെടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു അയില അങ്ങനെ മസാലയൊക്കെ തേച്ച് ബാക്കിയുള്ള മാങ്ങയൊക്കെ ഇട്ടിട്ട് തിളച്ച കറിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതവിടെ കിടന്ന് വേവട്ടെ. ചകിരിയും ഉള്ളിയൊക്കെ വെച്ചെടുത്തിട്ട് വേറെയുള്ള പണിക്കൊക്കെ നിന്നതാ കേട്ടോ. അപ്പോൾ മാങ്ങ കുറച്ച് കൂടി നാളികേരം കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഉണക്കച്ചെമ്മീൻ വറുത്തിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാന്ന് കേട്ടോ. നല്ല അടിപൊളി. ഈ ഒരു ചൂടുള്ള ചോറിലേക്ക് ആ ഒരു ചമ്മന്തി മതിട്ടാ, വെള്ളം അരച്ച് ചോറില്ല. അപ്പോൾ കുറച്ച് ചമ്മന്തി മിക്സിയിലാണ്ട് അരച്ച് ചെറിയ ഉള്ളിയും മുളക് പൊടിയും ചെമ്മീൻ വറുത്ത് അതും മാങ്ങയൊക്കെ കൂടിയിട്ട് അരച്ചിട്ട് കേട്ടോ. അതാണ്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ അയിലക്കറിയും വെന്തിട്ടാ. അയിലക്കറി വെന്തപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം തന്നെ കുഞ്ഞുള്ളി തളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല പൊടിയുള്ള വലിയ അയിലായിരുന്നു കേട്ടോ. അങ്ങനെ അയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറിയും റെഡി ആയിരിക്കണം കേട്ടോ. അപ്പോൾ അടുക്കളയിൽ ഇന്ന് വലിയ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ
നമ്മളെ വഴുതനങ്ങയൊക്കെ ഒന്ന് മൂത്തിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടാ. പിന്നെ അങ്ങോട്ട് കയറിയിട്ടും വന്നിട്ടും പിന്നെ പറ്റിയിട്ടില്ല മുറിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു എന്നാൽ ഒന്നത് പിടിക്ക്, ഞാനതൊന്ന് നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു വഴുതനങ്ങയുമ്പോൾ തന്നെ അന്ന് മുറിച്ചല്ല നമ്മൾ 5-6 ഒരെണ്ണത്തമ്മന്ന് മുറിച്ചില്ലേ, അതുമ്പോൾ തന്നെയാണ് അത് ഉണ്ടായുള്ളത്. അപ്പോൾ ഇത് പൊരിച്ചാൽ നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ പൊരിക്കാലോ. അപ്പോൾ ഞാനൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മളെ കുമ്പളങ്ങ ഉണ്ടല്ലോ, വെറുതെ ഇങ്ങനെ നമ്മളെ പച്ചക്കറിയുടെ ഒരു കവറിൽ മുളച്ച് നിന്നിരുന്നൊരു കുമ്പളങ്ങ കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ തൈ അപ്പോൾ എനിക്ക് തോന്നിയ വലിയ കുഴപ്പമില്ലാന്ന്. അപ്പോൾ ഞാൻ വെറുതെ ആണ്ട് കയറ്റി വിട്ടതാണ് കേട്ടോ. തൈയൊന്നും വലിയ ഇതൊന്നുമില്ല, പക്ഷേ നല്ല ഒരു കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കുമ്പളങ്ങ പൊട്ടിക്കണം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വിളവുകളൊക്കെയാണ് ഇട്ടത്, വിളവെടുപ്പ്. അപ്പോൾ അതൊക്കെ ഞാൻ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാതും പറിച്ചെടുക്കട്ടെ. അങ്ങനെ നമ്മളെ പേരപ്പറ്റുമ്പോൾ ഒരു കവറിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ പറിച്ചെടുത്ത്. അപ്പോൾ അതാണ് നമ്മളെ കുമ്പളങ്ങ എന്താ നല്ല സൂപ്പർ, നല്ല നല്ല കനക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ തൈര് മേടിച്ചിട്ട് മോര് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ തമ്മനയിലിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നിങ്ങനെ ഇരുന്നൊന്ന് പോസ് ചെയ്തതാണ് കേട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാമോ കൂട്ടുകാരെ? അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വിളവെടുപ്പ്. കുറച്ച് വഴുതനയും നമ്മളെ കുമ്പളനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ തയ്യായാലും അത് നട്ട് നനച്ച് അതിൽ നിന്ന് ഒരു കാ പറിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണല്ലേ. അപ്പം അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഇത് വൈകുന്നേരത്താട്ടാ. അപ്പം നമ്മളെ കൊപ്പരയൊക്കെ അടത്തി ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്നും വെയിലത്തിടും. അപ്പോൾ ഈ കൊപ്പരയൊക്കെ എത്രയും ഞാൻ സാധാരണ ഇപ്പോൾ ഈ കൊപ്പരപ്പണിക്കൊന്നും നിൽക്കലില്ല കേട്ടോ. പക്ഷേ ഈ മോളെ കല്യാണമായിട്ട് തേങ്ങ ഉള്ളതൊക്കെ വെള്ളം വറ്റിയിട്ട് ഇരിക്കുകയാണേ. അപ്പം നമുക്ക് കൊടുത്താൽ നഷ്ടമാണ്. ഏട്ടൻ പറഞ്ഞാണ്ട് കൊടുത്തിട്ടാൽ വെളിച്ചെണ്ണ മേടിച്ച് വിടുമായിരുന്നു. പക്ഷേ കൊടുത്താൽ തൂക്കം കിട്ടില്ലല്ലോ, വെള്ളമില്ല, തേങ്ങ ഉണങ്ങിയ തേങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് കെട്ടിയതാട്ടോ കൂട്ടുകാരെ. അല്ലെങ്കിൽ നമുക്ക് വലിയ ഇതൊന്നുമില്ല. അപ്പോൾ കാക്കകൾക്ക് എടുത്ത് തോന്നുന്നുണ്ട് കേട്ടോ. കാക്കയൊക്കെ വന്നിരിക്കുക. അപ്പോൾ ഞാൻ അതിനെ ആട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ചാക്കിലാക്കിയിട്ട് അവിടെ തന്നെ കെട്ടിയിട്ട് വെക്കും കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ അങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. ആക്കെ കൊടുന്ന് വെച്ചിട്ട് അങ്ങനെ വൈകുന്നേരത്ത് ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നിട്ട്. അപ്പോൾ അവിടെ അടുത്തുനിന്നൊക്കെ ആൾക്കാർ പോകണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൂടെ ഞാനും പോയതാണ് കേട്ടോ. അരുണോദയത്തിലേക്ക് മോളുടെ കല്യാണം കഴിഞ്ഞില്ലേ, ആ ഹോളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പോന്നു കേട്ടോ. പിന്നെ ഇത് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ നാത്തൂൻ്റെ നിങ്ങളൊക്കെ കാണലുണ്ടാവും. ഞാൻ നാത്തൂനാ പറഞ്ഞിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, ഓളെ വീട് പാലുകാച്ചൽ ഇരുന്നിട്ടെന്ന്. അപ്പം ഇന്ന് രാവിലെ മുതൽ അവിടെ തന്നെ ഇരുന്നിട്ട പരിപാടികൾ. അപ്പോൾ നല്ല ഗംഭീര പരിപാടിയൊക്കെ ഇരുന്നിട്ടാ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ബാക്കിയുള്ള എല്ലാ വീട് കാണിക്കാനും അതൊക്കെ ഉള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം കേട്ടോ. അപ്പോൾ അന്ന് വൈകുന്നേരം കേട്ടത്. അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് മഴയായിട്ടേക്ക് അടിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ കുന്നുപോലെ കെടുക്കുക എന്നല്ലാതെ അതൊന്നും കത്തിച്ച് വിടാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ഇടങ്ങറ്. അപ്പോൾ ഒന്ന് രാവിലെ ഞാൻ മുറ്റടിയൊക്കെ കഴിഞ്ഞപ്പോൾ ആണ്ട് ചിക്കി പരത്തി കണ്ടിട്ട് ഒരു കമ്പായിട്ട് പോയിട്ട് ഒക്കെ കണ്ട് പരത്തി കുടഞ്ഞിട്ടിട്ടാ. അപ്പോൾ നല്ല വെയിലല്ലായിരുന്നു. മണിയേ അപ്പം നമ്മളെ മണി ഇന്ന് ഞാൻ ഇവിടുന്ന് വേസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ചിക്കൻ്റെ ഒക്കെ. അതൊക്കെ കഴിച്ചിട്ട് ഞാൻ വരുമ്പോൾ ഇവർക്കൊക്കെ എവിടെ പോയാലും നമ്മളെ കുടുംബത്തിൽ നിന്നൊക്കെ പോയാലൊക്കെ വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് കൊണ്ടിട്ട് വിട്ട മക്കളെ. ഇതെല്ലാവരും എൻ്റെ കളിയാക്കും. ഒക്കെ തിന്ന് വള്ളറിഞ്ഞിട്ട് കെടുക്കുക കേട്ടോ നമ്മളെ മണി. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്ര തന്നെയല്ലോ കേട്ടോ കൂട്ടുകാരെ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം.